അനേവർക്കും ഇനിയ പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് പൊങ്കൽ ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു അടിപൊളി സക്കരൈ പൊങ്കൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണ്. ഉത്സവകാലത്തൊക്കെ ഈ പൊങ്കൽ മെയിനായിട്ട് പൊങ്കൽ ഉത്സവകാലത്താണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ഓരോ വഴിപാടുകൾക്കായിട്ടും ക്ഷേത്രങ്ങളിലൊക്കെ ഇതുണ്ടാക്കുന്നുണ്ട്. മെയിനായിട്ട് ദക്ഷിണേന്ത്യൻ വിഭവമാണ്, ഫെസ്റ്റിവലിൽ ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് വേണ്ടത് സ്പ്ലിറ്റ് ഗ്രാമാണ്. നമ്മുടെ ചെറുപയർ പരിപ്പ് കുതിർത്തതാണ്. ഞാനിവിടെ 1 കിലോ എടുത്തിട്ടുണ്ട്. ഒരു 1.5 കിലോ പച്ചരി കുതിർത്തതും. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായ നെയ്യ്, നമ്പീശൻ നെയ്യാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 200 ഗ്രാം നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, വെല്ലം, ശർക്കര. നമ്മൾ മിക്സിയിൽ ഏലക്കയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിയാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച് വയ്ക്കുക. പിന്നെ ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടി ശർക്കര, നമ്മളിവിടെ ഒരു 2.5 കിലോ ശർക്കരയാണ്. 2.5 കിലോ ശർക്കര ലോ ഫ്ലെയിമിൽ നന്നായി തിളപ്പിച്ചെടുക്കുക. പിന്നെ ഒരു കുക്കറിലേക്ക് മൂങ് ദാലിനെ ചെറുപയർ പരിപ്പ് നമ്മൾ വിസിലടിച്ച് എടുത്ത് മാറ്റി വയ്ക്കണം. 4 വിസിൽ കൊടുക്കണം, നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം അതൊക്കെ. ആ സമയത്ത് നമ്മളിതാ ശർക്കര പാനി തയ്യാറാക്കുകയാണ്. പാനി നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം. പാനി നമ്മൾ റെഡി ആയിട്ട് മാറ്റി വയ്ക്കുക. മൂങ് ദാൽ നമ്മളിതാ വിസിലൊക്കെ അടിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. മൂങ് ദാൽ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിൽ പച്ചരി ആവശ്യമുണ്ട്. പച്ചരിയും കുതിർത്ത് വെച്ചിട്ടുണ്ട്. പച്ചരിയും ഇതേപോലെ കുക്കറിൽ വിസിലടിച്ച് പച്ചരിയും മാറ്റി വയ്ക്കണം. വലിയൊരു നല്ല കനമുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുന്നുണ്ട്. 200 ഗ്രാം നെയ്യാണ്. നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഈ മൂങ് ദാൽ ആദ്യം വേവിച്ച മൂങ് ദാലിനിട്ട് നല്ല പോലെ അതൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച അരി പച്ചരിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ശർക്കര പാനി സ്ട്രെയിൻ ചെയ്യണം. അതിലത്തെ മണ്ണും ചെളിയൊക്കെ പോകാനാണ്. ആദ്യം തന്നെ കഴുകി കുതിർത്തതിനാണ് നമ്മളിതിലിട്ടുന്നത്. സ്ട്രെയിൻ ചെയ്തിട്ട് അതിനെ തിളപ്പിച്ച് പാനിനെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കിണ്ടി കൊടുക്കുക. നല്ലപോലെ ഇതിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ കിണ്ടി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി മറിയണം. പിന്നെ നമ്മൾ ആ സമയത്ത് ഇതിലേക്ക് പൊടിച്ച് വെച്ച് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയും ചേർത്തി 10 ഗ്രാം ഏലക്കയാണ് പൊടിക്കുന്നത്. പിന്നെ നമ്മളിതിൽ ഫ്ലേവറിങ് അതിന് ചുക്കുപ്പൊടിയാണ്, ഒരു 3 ടേബിൾ സ്പൂൺ ചുക്കുപ്പൊടി ചേർക്കുന്നുണ്ട്. ഈസ്റ്റേണിൻ്റെ പുറത്ത് അവൈലബിൾ ആണ്, മേടിക്കാൻ കിട്ടും. അതും ചേർത്ത് കൊടുക്കുക. ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചാൽ നമ്മുടെ ഈ പൊങ്കൽ ദിനത്തിൽ ഒരു ഉഗ്രൻ സക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. നമ്മളിതെല്ലാം ഉണ്ടാക്കിയ ശേഷം അവസാനവും നമുക്കിതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കൊട്ടാം. ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ആദ്യം തന്നെ ഇതിൽ വറുത്തിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഏവർക്കും ഹാപ്പി പൊങ്കൽ.